ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലത്തേക്കാട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മലൈപ്പൊതി എന്നുള്ളത്. പാലക്കാട് ജില്ലയിലാട്ടോ ഈ ഒരു സ്ഥലമുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ആഗ്രഹത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഓരോ നേർച്ചകൾ നേർന്നിട്ട് അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി കാണിക്ക കൊണ്ടിടുന്ന സ്ഥലമാണ് കേട്ടോ ഈ മലൈപ്പൊതി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുത്തെ കാണിക്ക എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. നാടൻ കോഴി, അതുപോലെ തന്നെ ആടുകൾ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടുകാരെ കൂട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്ഥലത്തേക്ക് വന്നേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പ്രത്യേകതരം വൈബുള്ളൊരു സ്ഥലമാണ്. കാരണം ഒരു മല കയറിയിട്ട് വേണം നമ്മൾ ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തണം തന്നെ. കാരണം അത്രമാത്രം ഒരു കുന്ന് കയറി മുകളിലേക്ക് എത്തി അവിടുത്തെ ഒരു പ്രതിഷ്ഠേനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ ഐതിഹ്യം, ഇവിടുത്തെ കഥയും ശരിക്കും എനിക്ക് അറിയത്തില്ല, എന്നാൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അത് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ആ മലൈപ്പൊതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു അമ്പലമുള്ളത്. കാരണം ആ റെഡ് ചുവപ്പ് എന്ന് കാണുന്നത് കുരുതി കൊടുത്തതിൻ്റെ രക്തമാണ്. അതുപോലെ തന്നെ ഓരോ പാറകളിലും ഓരോ കോഴിയുടെ തലകളും എല്ലാം വെച്ച് കാണാം. പല ആൾക്കാരും പലതരത്തിലുള്ള വിശ്വാസങ്ങൾ കൊണ്ട് ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂജ ചെയ്ത അതേ നമ്മുടെ സാധനങ്ങൾ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് എല്ലാവരും കൂടി ഒത്തൊരുമയോടെ ഇരുന്ന് കഴിക്കണം എന്നാണ് അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.